ലോകത്ത് ഏറ്റവും സൗന്ദര്യമുള്ള പുരുഷന്മാർ ഏത് രാജ്യക്കാരാണ്? ഇതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ചെറിയൊരു കാര്യം പറയാനുണ്ട്. സൗന്ദര്യം എന്നത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടിലും വ്യത്യസ്തമാണ്. ഒരാൾക്ക് ആകർഷണം എന്ന് തോന്നുന്ന ഒരു ഘടകം മറ്റൊരാൾക്ക് അത് അത്ര ആകർഷണമാകണമെന്നില്ല. എന്നാലും ആഗോളതലത്തിൽ സിനിമ, ഫാഷൻ, പൊതു സ്വീകാര്യത, മീഡിയ എന്നീ ഘടകങ്ങളെ അടിസ്ഥാനമാക്കി പുറത്തിറങ്ങിയ ഒരു വിനോദപരമായ റാങ്കിംഗ് ആണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ഈ പട്ടിക ശാസ്ത്രീയ അളവുകളിലൂടെയോ ശരീരഘടനാ മാനദണ്ഡങ്ങളിലൂടെയോ ഒന്നും തന്നെ തയ്യാറാക്കിയതല്ല. മറിച്ച് പോപ്പ് കൾച്ചർ ഇൻഫ്ലുവൻസ്, ഫാഷൻ സെൻസ്, മീഡിയ പ്രസൻസ് തുടങ്ങിയ ഘടകങ്ങളാണ് ഇതിന്റെ അടിസ്ഥാനം. ഈ പട്ടികയിൽ പ്രധാനമായും നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ സുന്ദരന്മാരായ പുരുഷന്മാരുള്ള 25 രാജ്യങ്ങളുടെ പട്ടികയാണ്. ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. 25ാം സ്ഥാനത്തുള്ളത് സൗത്ത് കൊറിയയാണ്. 24-ൽ അങ്കോളയും, 23-ാമത് സൊമാലിയ, 22 വിയറ്റ്നാം, 21, 20 ചെക്ക് റിപ്പബ്ലിക്, 19 പാകിസ്ഥാൻ, 18 ലബനോൻ, 17 നോർവേ, 16 ചൈന, 15 സൗത്ത് ആഫ്രിക്ക, 14 ഡെൻമാർക്ക്, 13 കാനഡ, 12ാം സ്ഥാനത്ത് UK, 11ാം സ്ഥാനത്ത് സൗദി അറേബ്യ, 10ാം സ്ഥാനത്ത് ജർമ്മനി, 9ാം സ്ഥാനത്ത് ജപ്പാൻ, 8ാം സ്ഥാനത്ത് അമേരിക്ക, 7ാം സ്ഥാനത്ത് നമ്മുടെ സ്വന്തം രാജ്യമായ ഇന്ത്യ, 6 തുർക്കി, 5 ഇറ്റലി, 4 ബ്രസീൽ, 3 ഫ്രാൻസ്, 2ാം സ്ഥാനത്തുള്ളത് സ്വീഡൻ. ലോകത്ത് ഏറ്റവും സൗന്ദര്യമുള്ള പുരുഷന്മാരുള്ള 1ാമത്തെ രാജ്യം അത് സ്പെയിൻ ആണ്. ഈ 25 രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ള പുരുഷന്മാരുള്ളത്. 1ാം സ്ഥാനം സ്പെയിനിനും 25ാം സ്ഥാനം സൗത്ത് കൊറിയക്കും. ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ ഈ സ്ഥാനങ്ങൾക്ക് ശേഷമാണ്. ഇതിൽ ഇന്ത്യയുടെ സ്ഥാനമാണ് ഏറെ ശ്രദ്ധേയം. ഇന്ത്യക്ക് ഈ പട്ടികയിൽ 7ാം സ്ഥാനമാണ് ലഭിച്ചിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ സിനിമാ വ്യവസായമായ ബോളിവുഡ്, വളരുന്ന ഫാഷൻ രംഗം, യുവജനങ്ങളുടെ ഗ്ലോബൽ പ്രസൻസ് എന്നീ ഘടകങ്ങളാണ് ഇന്ത്യയെ ഈ പട്ടികയിലെ 7ാം സ്ഥാനത്ത് എത്തിച്ചത് എന്നാണ് വിലയിരുത്തൽ. ഒരിക്കൽ കൂടി പറയുന്നു, സൗന്ദര്യം എന്നത് സംസ്കാരത്തിനും വ്യക്തിപരമായ കാഴ്ചപ്പാടുകൾക്കനുസരിച്ചും മാറുന്ന ഒന്നാണ്. അല്ലാതെ മറ്റൊരു മാനദണ്ഡങ്ങളും നമ്മളിവിടെ സ്വീകരിച്ചിട്ടില്ല. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഒട്ടും വേഗം തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു. നന്ദി.